എന്തെല്ലാം ഭിന്നതകൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശരി, ഗാന്ധിജിയും 30 വയസ്സിൻ്റെ പ്രായക്കുറവുള്ള മൗണ്ട് ബാറ്റനും തമ്മിൽ യഥാർത്ഥമായൊരു അടുപ്പം വളർന്നു വരുന്നുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ ഗാന്ധിയിൽ ആകൃഷ്ടനായിരുന്നു. ശിശു സദൃശ്യമായ അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ വൈസ്രോയി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഇന്ത്യയിലെത്തിയ നാൾ മുതൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ പഴയ ധാരണകൾ നിരാകരിച്ച് അദ്ദേഹം മഹാത്മാവിനെയും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെയും തുറന്ന മനസ്സോടെ വീക്ഷിച്ചു. അവരുടെ ഓരോ കൂടിക്കാഴ്ചയ്ക്കൊപ്പം ഗാന്ധിയോടുള്ള മൗണ്ട് ബാറ്റൻ്റെ വ്യക്തിപരമായ സ്നേഹാദരങ്ങൾ വളർന്നുകൊണ്ടിരുന്നു. സ്വതേ സ്നിഗ്ധ മനസ്കനായ ഗാന്ധിജിക്കും മൗണ്ട് ബാറ്റൻ്റെ സൗഹാർദ്ദം അറിയാനും അംഗീകരിക്കാനും കഴിഞ്ഞിരുന്നു. ജൂലൈ മാസത്തിലൊരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ബ്രിട്ടീഷ് ചേരുവകളിൽ അനേക വർഷങ്ങൾ ചിലവഴിച്ച ആ മനുഷ്യൻ വൈസ്രോയുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. ഈ രാഷ്ട്രത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലാകാനുള്ള കോൺഗ്രസിൻ്റെ ക്ഷണം സ്വീകരിക്കാൻ ഗാന്ധി മൗണ്ട് ബാറ്റനോട് ആവശ്യപ്പെട്ടു.